അധ്യായം 11. സൂറത്ത് ഹൂദ്. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 123. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം റാ. കിതാബുൻ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ. അലിഫ് ലാം റാ. ഇത് ഒരു മഹത്തായ ഗ്രന്ഥമാണ്. ഇതിന്റെ വാക്യങ്ങൾ ബലവത്താക്കപ്പെടുകയും വിവരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മഹായുക്തിമാനും സൂക്ഷ്മജ്ഞാനിയുമായ അല്ലാഹുവിൽ നിന്നുള്ളതാണിത്. അല്ലാ തഅ്ബുദൂ ഇല്ലല്ലാഹ് ഇന്നനീ ലകും മിൻഹു നദീറുൻ വബശീർ. അല്ലാഹുവിനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന കൽപ്പനയുമായാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള ഒരു താക്കീതുകാരനും സന്തോഷവാർത്ത അറിയിക്കുന്നവനുമാകുന്നു. وَأَنِ اسْتَغْفِرُوا رَبَّكُمْ ثُمَّ تُوبُوا إِلَيْهِ يُمَتِّعْكُمْ مَتَاعًا حَسَنًا إِلَى أَجَلٍ مُّسَمًّى وَيُؤْتِ كُلَّ ذِي فَضْلٍ فَضْلَهُ وَإِن تَوَلَّوْا فَإِنِّي أَخَافُ عَلَيْكُمْ عَذَابَ يَوْمٍ كَبِيرٍ. നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുകയും പിന്നീട് അവനിലേക്ക് മടങ്ങുകയും ചെയ്യുക. എന്നാൽ ഒരു നിശ്ചിത അവധി വരെ നല്ല നിലയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ അവൻ നിങ്ങൾക്ക് ചെയ്തു തരികയും ഉത്കൃഷ്ട ഗുണമുള്ള എല്ലാവർക്കും അവരുടെ ഉത്കൃഷ്ട ഗുണങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുന്നതുമാകുന്നു. പിന്മാറുന്ന പക്ഷം നിങ്ങളെക്കുറിച്ച് ഒരു വലിയ ദിവസത്തെ ശിക്ഷ തീർച്ചയായും ഞാൻ ഭയപ്പെടുകയാണ്. ഇലല്ലാഹി മർജിഉകും വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുവിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അലാ ഇന്നഹും യസ്നൂന സുദൂറഹും ലിയസ്തഖ്ഫൂ മിൻഹു ألا حين يستغشون ثيابهم يعلم ما يسرون وما يعلنون إنه عليم بذات الصدور. ശ്രദ്ധിക്കുക, അല്ലാഹുവിൽ നിന്ന് മറയേണ്ടതിനു വേണ്ടി തങ്ങളുടെ നെഞ്ചുകളെ അവർ ചുരുട്ടുന്നു. ശ്രദ്ധിക്കുക, തങ്ങളുടെ വസ്ത്രങ്ങൾ കൊണ്ട് പുതച്ചു മൂടുമ്പോൾ അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അവൻ അല്ലാഹു അറിയുന്നുണ്ട്. അവൻ ഹൃദയങ്ങളിലുള്ളത് സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാണ്. وَمَا مِن دَابَّةٍ فِي الْأَرْضِ إِلَّا عَلَى اللَّهِ رِزْقُهَا وَيَعْلَمُ مُسْتَقَرَّهَا وَمُسْتَوْدَعَهَا كُلٌّ فِي كِتَابٍ مُبِينٍ. ഭൂമിയിലുള്ള ഒരൊറ്റ ജീവിക്കെങ്കിലും ആഹാരം നൽകാനുള്ള ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുക്കാതിരുന്നിട്ടില്ല. അവയുടെ വാസസ്ഥലവും സൂക്ഷിക്കപ്പെടുന്ന സ്ഥലവും എല്ലാം അവനറിയാം. എല്ലാം വ്യക്തമായ ഒരു ഗ്രന്ഥത്തിലുണ്ട്. وَهُوَ الَّذِي خَلَقَ السَّمَاوَاتِ وَالْأَرْضَ فِي 6 أَيَّامٍ وَكَانَ عَرْشُهُ عَلَى الْمَاءِ لِيَبْلُوَكُمْ أَيُّكُمْ أَحْسَنُ عَمَلًا وَلَئِن قُلْتَ إِنَّكُمْ مَبْعُوثُونَ مِنْ بَعْدِ الْمَوْتِ لَيَقُولَنَّ الَّذِينَ كَفَرُوا إِنْ هَذَا إِلَّا سِحْرٌ مُبِينٌ. ആകാശഭൂമികളെ 6 നാളുകളിലായി സൃഷ്ടിച്ചവനാണവൻ. അവന്റെ സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു. ഇതെല്ലാം അവൻ സൃഷ്ടിച്ചത് അവന്റെ ശക്തി മനസ്സിലാക്കി നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനാണ്. മരണാനന്തരം തീർച്ചയായും നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്ന് താങ്കൾ പറഞ്ഞാൽ ഇത് വ്യക്തമായ സിഹ്ർ തന്നെയാണ് എന്ന് സത്യനിഷേധികൾ ജൽപ്പിക്കുക തന്നെ ചെയ്യും. وَلَئِنْ أَخَّرْنَا عَنْهُمُ الْعَذَابَ إِلَى أُمَّةٍ
أيامات معدودة ليقولن ما يحبسه ألا يوم يأتيهم ليس مصروفا عنهم وحاق بهم ما كانوا به يستهزئون. ഒരു നിശ്ചിത അവധി വരെ അവരിൽ നിന്ന് ശിക്ഷ നാം അകറ്റി നിർത്തിയാൽ അതിനെ തടഞ്ഞു നിർത്തുന്നതെന്താണ് എന്നവർ ചോദിക്കും. അവർ അറിഞ്ഞിരിക്കട്ടെ, ശിക്ഷ വന്നെത്തുന്ന ദിവസം അത് അവരിൽ നിന്ന് തട്ടിത്തിരിക്കപ്പെടുകയില്ല. തങ്ങൾ പരിഹസിച്ചുകൊണ്ടിരുന്ന ശിക്ഷ അവരിൽ അനുഭവപ്പെടുന്നതാണ്. وَلَئِنْ أَذَقْنَا الْإِنسَانَ مِنَّا رَحْمَةً ثُمَّ نَزَعْنَاهَا مِنْهُ إِنَّهُ لَيَئُوسٌ كَفُورٌ. നമ്മുടെ പക്കൽ നിന്നുള്ള അനുഗ്രഹം മനുഷ്യന് നാം അനുഭവിപ്പിക്കുകയും പിന്നെ അത് എടുത്തു കളയുകയും ചെയ്താൽ തീർച്ചയായും അവനതാ വളരെ നിരാശനും തീരെ നന്ദിയില്ലാത്തവനുമായി തീരുന്നു. وَلَئِنْ أَذَقْنَاهُ نَعْمَاءَ بَعْدَ ضَرَّاءَ مَسَّتْهُ لَيَقُولَنَّ ذَهَبَ السَّيِّئَاتُ عَنِّي إِنَّهُ لَفَرِحٌ فَخُورٌ. തന്നെ ബാധിച്ച കഷ്ടപ്പാടിന് ശേഷം അവന് വല്ല അനുഗ്രഹം നാം ആസ്വദിപ്പിച്ചാൽ തീർച്ചയായും ദുരിതങ്ങളെല്ലാം എന്നിൽ നിന്നു നീങ്ങിക്കഴിഞ്ഞു എന്ന് അവൻ പറയും. അവൻ സന്തോഷഭരിതനും പൊങ്ങച്ചം കാട്ടുന്നവനും തന്നെയാകുന്നു. إِلَّا الَّذِينَ صَبَرُوا وَعَمِلُوا الصَّالِحَاتِ أُولَئِكَ لَهُم مَّغْفِرَةٌ وَأَجْرٌ كَبِيرٌ. ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ അങ്ങനെയല്ല, അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവുമുണ്ട്. فَلَعَلَّكَ تَارِكٌ بَعْضَ مَا يُوحَى إِلَيْكَ وَضَائِقٌ به صدرك أن يقولوا لولا أنزل عليه كنز أو جاء معه ملك إنما أنت نذير والله على كل شيء وكيل. അദ്ദേഹത്തിന് ഒരു നിധി ഇറക്കിക്കൊടുക്കുകയോ അദ്ദേഹത്തോടൊപ്പം ഒരു മലക്ക് വരികയോ ചെയ്യാത്തതെന്തുകൊണ്ട് എന്നവർ ചോദിക്കുന്നത് നിമിത്തം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളിൽ ചിലത് താങ്കൾ വിട്ടുകളയുകയും അതുമൂലം താങ്കളുടെ മനസ്സ് മുട്ടി വിഷമിക്കുകയും ചെയ്തേക്കുമോ? താങ്കൾ ഒരു താക്കീതുകാരൻ മാത്രമാണ്. എല്ലാ കാര്യത്തിനും മേലധികാരി അല്ലാഹുവാകുന്നു. أَمْ يَقُولُونَ افْتَرَاهُ قُلْ فَأْتُوا بِعَشْرِ سُوَرٍ مِثْلِهِ مُفْتَرَيَاتٍ وَادْعُوا مَنِ اسْتَطَعْتُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. അഥവാ ഖുർആൻ അദ്ദേഹം നബി കെട്ടിയുണ്ടാക്കിയതാണ് എന്നവർ ജൽപ്പിക്കുകയാണോ? എങ്കിൽ താങ്കൾ പറയുക, എന്നാൽ ഈ ഖുർആന് തുല്യമായ കെട്ടിയുണ്ടാക്കിയ 10 അധ്യായങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക. അള്ളാഹുവിനെ വിട്ട് സ്വന്തം കഴിവിൽപ്പെട്ടവരെയെല്ലാം അതിനായി ക്ഷണിക്കുകയും ചെയ്യുക, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. فَإِن لَّمْ يَسْتَجِيبُوا لَكُمْ فَاعْلَمُوا أَنَّمَا أُنزِلَ بِعِلْمِ اللَّهِ وَأَن لَّا إِلَٰهَ إِلَّا هُوَ فَهَلْ أَنتُم مُّسْلِمُونَ. എന്നിട്ട് അവർ നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കിക്കൊള്ളുക, ഇത് ഖുർആൻ അള്ളാഹുവിന്റെ അറിവനുസരിച്ച് തന്നെയാണ് അവതരിക്കപ്പെട്ടത്. അവനല്ലാതെ ഒരു ഇലാഹുമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ അനുസരണയുള്ളവരാകുമോ? من كان يريد الحياة الدنيا وزينتها نوف إليهم أعمالهم فيها وهم فيها لا يبخسون. ഐഹിക ജീവിതവും അതിലെ അലങ്കാരവുമാണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നതെങ്കിൽ തങ്ങളുടെ പ്രവർത്തന ഫലങ്ങൾ ഇഹലോകത്ത് വെച്ച് അവർക്ക് നാം പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. അവർക്ക് അതിൽ നഷ്ടം വരുത്തപ്പെടുകയില്ല.
أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون. എന്നാൽ പരലോകത്ത് നരകമല്ലാതെ യാതൊന്നും ലഭിക്കാത്തവരാണവർ. ഇവിടെ വെച്ച് അവർ ചെയ്തതെല്ലാം പരലോകത്ത് സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമായി തീരും. ഇവിടെ അവർ ചെയ്തിരുന്നതെല്ലാം സത്യത്തിൽ ഫലശൂന്യമായിരുന്നു. أفمن كان على بينة من ربه ويتلوه شاهد منه ومن قبله كتاب موسى إماما ورحمة أولئك يؤمنون به ومن يكفر به من الأحزاب فالنار موعده فلا تك في مرية منه إنه الحق من ربك ولكن أكثر الناس لا يؤمنون. അപ്പോൾ തന്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ ആധാരമാക്കുകയും ആ റബ്ബിൽ നിന്നു തന്നെയുള്ള ഒരു സാക്ഷി തനിക്ക് പിൻബലമായി നിൽക്കുകയും അതിനു മുമ്പ് അനുകരണീയവും കാരുണ്യവുമായിക്കൊണ്ട് മൂസാ നബിയുടെ ഗ്രന്ഥവും പിൻബലമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഐഹിക ജീവിതം മാത്രം ഉദ്ദേശിച്ചവനെ പോലെയാണോ? അവർ ഈ ഖുർആനിൽ വിശ്വസിക്കുന്നതാണ്. വിവിധ സംഘങ്ങളിൽ ആരെങ്കിലും അതിനെ നിഷേധിക്കുന്നുവെങ്കിൽ അവന് നിശ്ചയിക്കപ്പെട്ട സ്ഥലം നരകമാകുന്നു. അതുകൊണ്ട് താങ്കൾ ഖുർആനെപ്പറ്റി സംശയത്തിലാകരുത്. അത് താങ്കളുടെ റബ്ബിൽ നിന്നുള്ള സത്യം തന്നെയാകുന്നു. പക്ഷേ അധികം ആളുകളും വിശ്വസിക്കുന്നില്ല. ومن أظلم ممن افترى على الله كذبا أولئك يعرضون على ربهم ويقول الأشهاد هؤلاء الذين كذبوا على ربهم ألا لعنة الله على الظالمين. അല്ലാഹുവിന്റെ പേരിൽ കളവ് കെട്ടിപ്പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ്? അത്തരക്കാർ അവരുടെ റബ്ബിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുകയും ഇവർ തങ്ങളുടെ റബ്ബിന്റെ പേരിൽ കളവ് പറഞ്ഞവരാണ് എന്ന് സാക്ഷികൾ പറയുകയും ചെയ്യും. അറിയുക, ഇത്തരം അക്രമികൾക്ക് അല്ലാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കുന്നതാണ്. الذين يصدون عن سبيل الله ويبغونها عوجا وهم بالآخرة هم كافرون. അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ആ മാർഗത്തെ വളയ്ക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. അവരത്രേ പരലോകത്തെ നിഷേധിക്കുന്നവർ. أولئك لم يكونوا معجزين في الأرض وما كان لهم من دون الله من أولياء يضاعف لهم العذاب ما كانوا يستطيعون السمع وما كانوا يبصرون. അവർ ഭൂമിയിൽ അല്ലാഹുവിനെ കഴിവില്ലാതാക്കുന്നവരായിട്ടില്ല. അല്ലാഹുവിനെ കൂടാതെ യാതൊരു രക്ഷാധികാരികളും അവർക്കുണ്ടായിരിക്കുകയില്ല. അവർക്ക് ശിക്ഷ ഇരട്ടിയായി നൽകപ്പെടും. അവർക്ക് സത്യം കേൾക്കാൻ കഴിവുണ്ടായിരുന്നില്ല, അത് കാണുന്നവരുമായിരുന്നില്ല അവർ. أولئك الذين خسروا أنفسهم وضل عنهم ما كانوا يفترون. അവർ തങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തിയവരാണ്. തങ്ങളുടെ വ്യാജനിർമ്മിത വസ്തുക്കളെല്ലാം അവരിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. لا جرم أنهم في الآخرة هم الأخسرون. പരലോകത്തിൽ ഏറ്റവുമധികം നഷ്ടപ്പെട്ടവർ അവരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തന്നെ. إن الذين آمنوا وعملوا الصالحات وأخبتوا إلى ربهم أولئك أصحاب الجنة هم فيها خالدون.
എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും തങ്ങളുടെ റബ്ബിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർ തീർച്ചയായും സ്വർഗ്ഗക്കാരാകുന്നു, അവരതിൽ നിത്യവാസികളുമാകുന്നു. مثل الفريقين كالأعمى والأصم والبصير والسميع هل يستويان مثلا أفلا تذكرون. ഈ രണ്ട് കക്ഷികളുടെയും സ്ഥിതി അന്ധനും ബധിരനുമായ ഒരാളെപ്പോലെയും നല്ല കാഴ്ചയും നല്ല കേൾവിയുമുള്ള മറ്റൊരാളെപ്പോലെയുമാകുന്നു. ഈ രണ്ട് കൂട്ടരുടെയും സ്ഥിതി സമമാകുമോ? അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? وَلَقَدْ أَرْسَلْنَا نُوحًا إِلَى قَوْمِهِ إِنِّي لَكُمْ نَذِيرٌ مُبِينٌ أَلَّا تَعْبُدُوا إِلَّا اللَّهَ إِنِّي أَخَافُ عَلَيْكُمْ عَذَابَ يَوْمٍ أَلِيمٍ. തീർച്ചയായും നൂഹ് നബിയെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം അയച്ചു. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ താക്കീതുകാരനാണ്. അതായത് അല്ലാഹുവിനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. അതല്ലാതിരുന്നാൽ വേദനാജനകമായ ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു തീർച്ച എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. فقال الملأ الذين كفروا من قومه ما نراك إلا بشرا مثلنا وما نراك اتبعك إلا الذين هم أراذلنا بادي الرأي وما نرى لكم علينا من فضل بل نظنكم كاذبين. അപ്പോൾ തന്റെ ജനതയിലെ സത്യനിഷേധികളായ നേതാക്കൾ പ്രതികരിച്ചു, ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനായിട്ട് മാത്രമേ നിന്നെ ഞങ്ങൾ കാണുന്നുള്ളൂ. ഞങ്ങളിൽ ഏറ്റവും താഴ്ന്ന ചില ആളുകൾ മാത്രം യാതൊരു ഗുണദോഷ വിചിന്തനവും കൂടാതെ നിന്നെ പിന്തുടർന്നു നടക്കുന്നതായിട്ടല്ലാതെ ഞങ്ങൾ കാണുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ യാതൊരു മേന്മയും ഞങ്ങൾ കാണുന്നുമില്ല. മാത്രമല്ല നിങ്ങൾ കളവ് പറഞ്ഞു നടക്കുന്നവരാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني رحمة من عنده فعميت عليكم أنلزمكموها وأنتم لها كارهون. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, ഞാൻ എന്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവോടുകൂടിയായിരിക്കുകയും എനിക്ക് അവന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹം അവൻ തരികയും എന്നിട്ട് നിങ്ങളത് കാണാതെ പോവുകയും ചെയ്താൽ നാം എന്തു ചെയ്യും? ഒന്ന് പറയൂ, നിങ്ങൾ വെറുക്കുന്നവരായിരിക്കെ അതിനെ അടിച്ചേൽപ്പിക്കാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. وَيَا قَوْمِ لَا أَسْأَلُكُمْ عَلَيْهِ مَالًا إِنْ أَجْرِيَ إِلَّا عَلَى اللَّهِ وَمَا أَنَا بِطَارِدِ الَّذِينَ آمَنُوا إِنَّهُمْ مُلَاقُو رَبِّهِمْ وَلَكِنِّي أَرَاكُمْ قَوْمًا تَجْهَلُونَ. എന്റെ ജനങ്ങളെ, ഇതിന് യാതൊരു ധനവും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. എനിക്കുള്ള പ്രതിഫലം അല്ലാഹുവിൽ മാത്രമാണ്. സത്യവിശ്വാസികളെ ആട്ടിയോടിക്കുന്നവനല്ല ഞാൻ. തീർച്ചയായും തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരാണവർ. പക്ഷേ മൂഢജനതയായിട്ടാണ് നിങ്ങളെ ഞാൻ കാണുന്നത്. وَيَا قَوْمِ مَنْ يَنْصُرُنِي مِنَ اللَّهِ إِنْ طَرَدتُّهُمْ أَفَلَا تَذَكَّرُونَ. എന്റെ ജനങ്ങളെ, ഞാൻ അവരെ ആട്ടിയോടിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കുന്നതാരാകുന്നു? നിങ്ങൾ ഓർത്തു നോക്കുന്നില്ലേ? وَلَا أَقُولُ لَكُمْ عِنْدِي خَزَائِنُ اللَّهِ وَلَا أَعْلَمُ الْغَيْبَ وَلَا أَقُولُ إِنِّي مَلَكٌ ولا أقول للذين تزدري أعينكم لن
يؤتيهم الله خيرا الله أعلم بما في أنفسهم إني إذا لمن الظالمين. അള്ളാഹുവിന്റെ ഖജനാവുകൾ എന്റെ പക്കലുണ്ടെന്നോ ഞാൻ അദൃശ്യകാര്യങ്ങൾ അറിയുമെന്നോ നിങ്ങളോട് പറയുന്നില്ല. ഞാനൊരു മലക്കാണെന്നോ നിങ്ങളുടെ ദൃഷ്ടിയിൽ നികൃഷ്ടരായി കാണുന്നവർക്ക് അള്ളാഹു യാതൊരു നന്മയും നൽകുകയില്ലെന്നോ ഞാൻ പറയുകയില്ല. അവരുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്. നിശ്ചയമായും അപ്പോൾ മേൽപ്രകാരം പറഞ്ഞാൽ ഞാൻ അക്രമികളിൽപ്പെട്ടു പോകുന്നതാണ്. قالوا يا نوح قد جادلتنا فأكثرت جدالنا فأتنا بما تعدنا إن كنت من الصادقين. അവർ പറഞ്ഞു, ഓ നൂഹ്, നീ ഞങ്ങളോട് തർക്കിച്ചു, അങ്ങനെ തർക്കം അധികരിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ശിക്ഷ നടപ്പിൽ വരുത്തുക, നീ സത്യവാദികളിൽ പെട്ടവനാണെങ്കിൽ. قال إنما يأتيكم به الله إن شاء وما أنتم بمعجزين. അദ്ദേഹം പറഞ്ഞു, അവൻ ഉദ്ദേശിച്ചാൽ അത് നടപ്പിൽ വരുത്തുന്നത് അള്ളാഹു മാത്രമാണ്. നിങ്ങൾക്ക് അവനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ولا ينفعكم نصحي إن أردت أن أنصح لكم إن كان الله يريد أن يغويكم هو ربكم وإليه ترجعون. അള്ളാഹു നിങ്ങളെ വഴിപിഴപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, ഞാൻ ഉപദേശം നൽകാൻ വിചാരിച്ചാൽ തന്നെ എന്റെ ഉപദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല തന്നെ. അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്, അവനിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുക. أم يقولون افتراه قل إن افتريته فعلي إجرامي وأنا بريء مما تجرمون. അതോ ഇതദ്ദേഹം കെട്ടിയുണ്ടാക്കിയതാണെന്നാണോ അവർ ജൽപ്പിക്കുന്നത്? താങ്കൾ പറയുക, ഞാനിത് കെട്ടിയുണ്ടാക്കിയതാണെങ്കിൽ എന്റെ കുറ്റത്തിന്റെ ദോഷഫലം എനിക്ക് തന്നെയായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയായിരിക്കുകയില്ല. وأوحي إلى نوح أنه لن يؤمن من قومك إلا من قد آمن فلا تبتئس بما كانوا يفعلون. താങ്കളുടെ ജനതയിൽ നിന്ന് മുമ്പ് വിശ്വസിച്ചു കഴിഞ്ഞവരല്ലാതെ ഇനി ആരും വിശ്വസിക്കുകയില്ല. അതിനാൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ ദുഃഖിതനായിരിക്കരുത് എന്ന് നൂഹ് നബിക്ക് സന്ദേശം നൽകപ്പെട്ടു. واصنع الفلك بأعيننا ووحينا ولا تخاطبني في الذين ظلموا إنهم مغرقون. താങ്കൾ നമ്മുടെ മേൽനോട്ടത്തിലും നിർദ്ദേശമനുസരിച്ചും ഒരു കപ്പൽ നിർമ്മിക്കുക. അക്രമികളുടെ കാര്യത്തിൽ എന്നോട് സംസാരിക്കരുത്, അവർ വെള്ളത്തിൽ മുക്കി കൊല്ലപ്പെടുന്നവർ തന്നെയാകുന്നു. ويصنع الفلك وكلما مر عليه ملأ من قومه سخروا منه قال إن تسخروا منا فإنا نسخر منكم كما تسخرون. അങ്ങനെ അദ്ദേഹം കപ്പൽ നിർമ്മിക്കുന്നു. തന്റെ ജനതയിലെ നേതാക്കളിൽ ഓരോ സംഘവും തന്റെ അടുത്തുകൂടി നടന്നു പോകുമ്പോഴെല്ലാം അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നുവെങ്കിൽ അടുത്ത ഭാവിയിൽ നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ നിങ്ങളെയും പരിഹസിക്കുന്നതാണ്. فسوف تعلمون من يأتيه عذاب يخزيه ويحل عليه عذاب مقيم. അപ്പോൾ നിന്ദ്യമായ ശിക്ഷ ആർക്കാണ് വന്നു ഭവിക്കുക എന്നും ശാശ്വതമായ ശിക്ഷ ആരിലാണ് വന്നിറങ്ങുക എന്നും നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും. حتى إذا جاء أمرنا وفارت النور قل نحمل فيها من كل زوجين اثنين
قل نحمل فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول وما آمن معه إلا قليل. അങ്ങനെ നമ്മുടെ കൽപ്പന വരികയും അടുപ്പ് ഉറവ പൊട്ടുകയും ചെയ്തപ്പോൾ നാം നൂഹ് നബിയോട് പറഞ്ഞു, എല്ലാ ജീവികളിൽ നിന്നും ഈ 2 ഇണകളെയും മുമ്പ് തന്നെ വാക്കു സ്ഥിരപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളവരൊഴിച്ച് താങ്കളുടെ കുടുംബത്തെയും സത്യത്തിൽ വിശ്വസിച്ചവരെയും കപ്പലിൽ കയറ്റുക. ചുരുക്കം പേർ മാത്രമേ അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചിരുന്നുള്ളൂ. وقال اركبوا فيها بسم الله مجريها ومرساها إن ربي لغفور رحيم. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കപ്പലിൽ കയറുക, അത് ചലിക്കുന്നതും നിൽക്കുന്നതും അല്ലാഹുവിന്റെ നാമത്തിലാണ്. തീർച്ചയായും എന്റെ റബ്ബ് വളരെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا ولا تكن مع الكافرين. ആ കപ്പൽ അവരെ വഹിച്ചുകൊണ്ട് പർവ്വത തുല്യമായ തിരമാലകൾക്കിടയിൽ ചലിക്കുകയാണ്. നൂഹ് നബി തന്റെ പുത്രനെ, അവൻ കപ്പലിൽ നിന്ന് ദൂരെയായിരുന്നു, വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പ്രിയ മകനെ, നീ ഞങ്ങളോടൊന്നിച്ച് കപ്പലിൽ കയറുക, സത്യനിഷേധികളുടെ കൂടെ ചേർന്ന് പോകല്ലേ. قال سآوي إلى جبل يعصمني من الماء قال لا عاصم اليوم من أمر الله إلا من رحم وحال بينهما الموج فكان من المغرقين. അവൻ പ്രതികരിച്ചു, വെള്ളത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന ഒരു പർവ്വതത്തിൽ ഞാൻ അഭയം പ്രാപിച്ചുകൊള്ളാം. അദ്ദേഹം ഓർമ്മിപ്പിച്ചു, ഇന്ന് അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് രക്ഷിക്കാൻ ആരും ഒന്നും ഇല്ല തന്നെ. അള്ളാഹു കരുണ ചെയ്തവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അങ്ങനെ അവരിരുവർക്കുമിടയിൽ തിരമാലകൾ മറയിട്ടു. അങ്ങനെ അവൻ വെള്ളത്തിൽ മുക്കി കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടവനായി. وقيل يا أرض بلعي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر واستوت على الجودي وقيل بعدا للقوم الظالمين. ഓ ഭൂമി, നിന്നിലുള്ള വെള്ളം ഉള്ളിലേക്ക് വലിക്കുക, ആകാശമേ മഴ നിർത്തൂ എന്ന് കൽപ്പിക്കപ്പെട്ടു. വെള്ളം കുറയാൻ തുടങ്ങി, ഉദ്ദിഷ്ടകാര്യം നടത്തപ്പെട്ടു. ജുദി പർവ്വതത്തിൽ കപ്പൽ ചെന്നു നിന്നു. അക്രമികളായ ജനതയ്ക്ക് നാശം എന്ന് പറയപ്പെടുകയും ചെയ്തു. ونادى نوح ربه فقال رب إن بني من أهلي وإن وعدك الحق وأنت أحكم الحاكمين. നൂഹ് നബി തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ റബ്ബേ, എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനും നിന്റെ വാഗ്ദാനം സത്യവുമാണല്ലോ. നീയാവട്ടെ വിധികർത്താക്കളിൽ ഏറ്റവും നീതിപൂർവം വിധിക്കുന്നവനുമാണ്. قال يا نوح إنه ليس من أهلك إنه عمل غير صالح فلا تسألن ما ليس لك به علم إني أعظك أن تكون من الجاهلين. അല്ലാഹു പറഞ്ഞു, ഓ നൂഹ്, അവൻ തീരെ താങ്കളുടെ കുടുംബത്തിൽപ്പെട്ടവനല്ല, അവൻ ദുർവൃത്തി തന്നെയാണ്. അതുകൊണ്ട് ഏതൊരു വിഷയത്തിന്റെ യാഥാർത്ഥ്യം താങ്കൾക്കറിവില്ലയോ, അത് എന്നോട് ആവശ്യപ്പെടരുത്. താങ്കൾ ഒരിക്കലും മൂഢന്മാരിൽപ്പെട്ടു പോകരുതെന്ന് ഞാനിതാ ഉപദേശിക്കുന്നു. قال رب إني أعوذ بك أن أسألك ما ليس لي به علم وإلا تغفر لي وترحمني أكن من الخاسرين. അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, എനിക്ക് വിവരമില്ലാത്ത കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. എനിക്ക് നീ പുറത്തു തരികയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ ഞാൻ നഷ്ടക്കാരിൽ ഉൾപ്പെട്ടു പോകുന്നതാണ്.
قيل يا نوح اهبط بسلام منا وبركات عليك وعلى ممن معك وأمم سنمتعهم ثم يمسهم منا عذاب أليم. ഇങ്ങനെ പറയപ്പെട്ടു, ഓ നൂഹ്, താങ്കളുടെ മേലിലും താങ്കളുടെ കൂടെയുള്ളവരിൽ നിന്നുണ്ടാകുന്ന സമൂഹങ്ങളിലും നമ്മിൽ നിന്നുള്ള രക്ഷയോടും അതിയായ അനുഗ്രഹങ്ങളോടും കൂടി താങ്കൾ കപ്പലിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുക. അവരിൽ നിന്നു തന്നെ ഉണ്ടാകുന്ന മറ്റു ചില സമുദായങ്ങളാകട്ടെ അവർക്ക് നാം ക്ഷേമൈശ്വര്യങ്ങൾ കൈവരുത്തി കൊടുക്കും. പിന്നീട് നമ്മിൽ നിന്നുള്ള വേദനാജനകമായ ശിക്ഷ അവരെ പിടികൂടുകയും ചെയ്യും. تلك من أنباء الغيب نوحيها إليك ما كنت تعلمها أنت ولا قومك من قبل هذا فاصبر إن العاقبة للمتقين. ഇതെല്ലാം അദൃശ്യ വർത്തമാനങ്ങളിൽപ്പെട്ടതാണ്. താങ്കൾക്കിതെല്ലാം നാം അറിയിച്ചു തരുന്നു. ഇതിനു മുമ്പ് താങ്കളോ സ്വന്തം ജനതയോ ഇതറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് താങ്കൾ ക്ഷമിക്കുക. അവസാന വിജയം ഭക്തന്മാർക്കു തന്നെയാണ്. وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره إن أنتم إلا مفترون. ആദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദ് നബിയെ നാം നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ഇലാഹുമില്ല. നിങ്ങൾ മറ്റു വസ്തുക്കളെ ഇലാഹുകളാക്കുന്നതിൽ കളവ് കെട്ടി പറയുന്നവർ മാത്രമാണ്. يا قوم لا أسألكم عليه أجرا إن أجري إلا على الذي فطرني أفلا تعقلون. എന്റെ ജനങ്ങളെ, പ്രബോധനത്തിന് നിങ്ങളോട് ഒരു പ്രതിഫലവും ഞാൻ ആവശ്യപ്പെടുന്നില്ല. എന്നെ സൃഷ്ടിച്ച അല്ലാഹുവിൽ മാത്രമാണ് എനിക്കുള്ള പ്രതിഫലം. നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? ويا قوم استغفروا ربكم ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم ولا تتولوا مجرمين. എന്റെ ജനങ്ങളെ, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ മാപ്പിനപേക്ഷിക്കുക. എന്നിട്ട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങുക. എന്നാൽ അവൻ നിങ്ങൾക്ക് ധാരാളം മഴ വർഷിപ്പിച്ചു തരികയും ഇപ്പോൾ നിങ്ങൾക്കുള്ള ശക്തിയോടൊപ്പം കൂടുതൽ ശക്തി നൽകുകയും ചെയ്യും. നിങ്ങൾ കുറ്റവാളികളായി പിന്തിരിഞ്ഞു പോകരുത്. قالوا يا هود ما جئتنا ببينة وما نحن بتاركي آلهتنا عن قولك وما نحن لك بمؤمنين. അവർ പ്രതികരിച്ചു, ഓ ഹൂദ്, നീ ഞങ്ങൾക്ക് തെളിവൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങൾ നിന്റെ വാക്ക് ആധാരമാക്കി ഞങ്ങളുടെ ഇലാഹുകളെ ഒരിക്കലും ഉപേക്ഷിക്കുന്നവരോ നിന്നെ വിശ്വസിക്കുന്നവരോ അല്ല. إن نقول إلا اعتراك بعض آلهتنا بسوء قال إني أشهد الله واشهدوا أني بريء مما تشركون من دونه فكيدوني جميعا ثم لا تنظرون. ഞങ്ങളുടെ ഏതോ ദൈവം നിനക്ക് എന്തോ തിന്മ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇത് കേട്ടപ്പോൾ ഹൂദ് നബി പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ സാക്ഷി നിർത്തുന്നു, നിങ്ങളും സാക്ഷ്യം വഹിച്ചുകൊള്ളുക. അല്ലാഹുവിന് പുറമേ നിങ്ങൾ പങ്കുചേർക്കുന്നവരിൽ നിന്നെല്ലാം ഞാൻ അകന്നവനാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി എനിക്കെതിരായി തന്ത്രം പ്രയോഗിച്ചുകൊള്ളുക. എനിക്ക് നിങ്ങൾ ഒട്ടും ഇടതരേണ്ടതില്ല.
إني توكلت على الله ربي وربكم ما من دابة إلا هو آخذ بناصيتها إن ربي على صراط مستقيم. തീർച്ചയായും എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെയാണ് ഞാൻ അവലംബിച്ചിട്ടുള്ളത്. ചലിക്കുന്ന ഒരു ജീവിയും അവന്റെ പരിപൂർണ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവല്ല. എന്റെ രക്ഷിതാവ് തന്റെ ഭരണകാര്യങ്ങളിൽ നേർമാർഗത്തിൽ തന്നെയാണ്. فإن تولوا فقد أبلغتكم ما أرسلت به إليكم ويستخلف ربي قوما غيركم ولا تضرونه شيئا إن ربي على كل شيء حفيظ. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏൽപ്പിച്ചയക്കപ്പെട്ട സന്ദേശം നിങ്ങളെ ഞാൻ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സ്ഥിതിവിശേഷം നിങ്ങൾ തുടരുന്ന പക്ഷം നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു ജനതയെ എന്റെ റബ്ബ് പകരം കൊണ്ടുവരും. അവനെ ഒരു തരത്തിലും ദ്രോഹിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. തീർച്ചയായും എന്റെ രക്ഷിതാവ് എല്ലാ കാര്യത്തിനും മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു. أمرنا نجينا هودا والذين آمنوا معه برحمة منا ونجيناهم من عذاب غليظ. നമ്മുടെ കൽപ്പന വന്നപ്പോൾ ഹൂദ് നബിയെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ പക്കൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ട് നാം രക്ഷപ്പെടുത്തി. കഠിന ശിക്ഷയിൽ നിന്നാണ് നാം അവരെ രക്ഷപ്പെടുത്തിയത്. وتلك عاد جحدوا بآيات ربهم وعصوا رسله واتبعوا أمر كل جبار عنيد. അതാണ് ആദ് സമുദായം. അവർ തങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും അവന്റെ ദൂതന്മാരോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. സ്വേച്ഛാധികാരികളും ധിക്കാരികളുമായ എല്ലാവരുടെയും കൽപ്പനകൾ അവർ പിൻപറ്റുകയുമുണ്ടായി. وأتبعوا في هذه الدنيا لعنة ويوم القيامة ألا إن عادا كفروا ربهم ألا بعدا لعاد قوم هود. ഈ ഐഹിക ജീവിതത്തിലും പുനരുത്ഥാന നാളിലും ശാപം അവരെ പിന്തുടർന്നു. അറിയുക, ആദ് സമുദായം അവരുടെ റബ്ബിനോട് നന്ദികേട് കാണിച്ചു. അറിയുക, ഹൂദ് നബിയുടെ ജനതയായ ആദ് സമുദായത്തിന് വമ്പിച്ച നാശം. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره هو أنشأكم من الأرض واستعمركم فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب. സമൂദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിഹ് നബിയെ നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ഇലാഹുമില്ല. അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ അധിവസിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവനോട് മാപ്പിനപേക്ഷിക്കുകയും അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. തീർച്ചയായും എന്റെ റബ്ബ് സമീപസ്ഥനും ഉത്തരം ചെയ്യുന്നവനുമാണ്. قالوا يا صالح قد كنت فينا مرجوا قبل هذا أتنهانا أن نعبد ما يعبد آباؤنا وإننا لفي شك مما تدعونا إليه مريب. അവർ പ്രതികരിച്ചു, ഓ സ്വാലിഹ്, താങ്കൾ ഇതിനു മുമ്പ് ഞങ്ങൾക്കെല്ലാം വേണ്ടപ്പെട്ട ആളായിരുന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആരാധിച്ചു വന്നിരുന്ന ഇലാഹുകളെ ആരാധിക്കുന്നത് ഞങ്ങളോട് താങ്കൾ വിരോധിക്കുകയാണോ? ഏതൊന്നിലേക്ക് താങ്കൾ ക്ഷണിക്കുന്നുവോ ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ തീർച്ചയായും അങ്ങേയറ്റത്തെ സംശയത്തിലാണ്. قال يا قوم أرأيتم إن كنت
على بينة من ربي وآتاني منه رحمة فمن ينصرني من الله إن عصيته فما تزيدونني غير تخسير. അദ്ദേഹം ചോദിച്ചു, എന്റെ ജനങ്ങളെ, നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, ഞാൻ എന്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവോടുകൂടിയായിരിക്കുകയും തന്റെ കാരുണ്യം എനിക്ക് അവൻ നൽകുകയും ചെയ്താൽ ആ സ്ഥിതിക്ക് അവന്റെ കൽപ്പന ഞാൻ ലംഘിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും? നിങ്ങൾ എനിക്ക് കൂടുതൽ നഷ്ടം വരുത്തിവെക്കുക മാത്രമാണ് ചെയ്യുന്നത്. وَيَا قَوْمِ هَٰذِهِ نَاقَةُ اللَّهِ لَكُمْ آيَةً فَذَرُوهَا تَأْكُلْ فِي أَرْضِ اللَّهِ وَلَا تَمَسُّوهَا بِسُوءٍ فَيَأْخُذَكُمْ عَذَابٌ قَرِيبٌ. എന്റെ ജനങ്ങളെ, നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായി ഇതാ അള്ളാഹുവിന്റെ ഒട്ടകം. അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ ഭൂമിയിൽ മേഞ്ഞു തിന്നുകൊള്ളട്ടെ. നിങ്ങൾ ഇതിനെ വിട്ടേക്കുക. അതിനെ ഒരു നിലയ്ക്കും നിങ്ങൾ ദ്രോഹിക്കരുത്. ദ്രോഹിക്കുന്ന പക്ഷം ഉടനെ തന്നെ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതായിരിക്കും. فعقروها فقال تمتعوا في داركم 3 أيام ذلك وعد غير مكذوب. അങ്ങനെ അവർ ആ ഒട്ടകത്തെ അറുത്തു. അപ്പോൾ അവരോട് അദ്ദേഹം പറഞ്ഞു, 3 ദിവസം സ്വന്തം വീടുകളിൽ നിങ്ങൾ സുഖമായി താമസിച്ചു കൊള്ളുക. അതാണ് നിങ്ങളുടെ അവധി. ഒട്ടും കളവല്ലാത്ത ഒരു താക്കീതാണിത്. فَلَمَّا جَاءَ أَمْرُنَا نَجَّيْنَا صَالِحًا وَالَّذِينَ آمَنُوا مَعَهُ بِرَحْمَةٍ مِنَّا وَمِنْ خِزْيِ يَوْمِئِذٍ إِنَّ رَبَّكَ هُوَ الْقَوِيُّ الْعَزِيزُ. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ സ്വാലിഹ് നബിയെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം മൂലം ആ ദേശത്തെ ബാധിച്ച ശിക്ഷയിൽ നിന്നും അന്നത്തെ അപമാനത്തിൽ നിന്നും നാം രക്ഷിച്ചു. താങ്കളുടെ റബ്ബ് മഹാശക്തനും പ്രതാപശാലിയുമാകുന്നു. وَأَخَذَ الَّذِينَ ظَلَمُوا الصَّيْحَةُ فَأَصْبَحُوا فِي دِيَارِهِمْ جَاثِمِينَ. അക്രമം ചെയ്തവരെ ഒരു ഭയങ്കര ശബ്ദം പിടികൂടി. തന്നിമിത്തം അവർ സ്വന്തം വീടുകളിൽ ചത്തുവിറങ്ങലിച്ചവരായി തീർന്നു. كَأَن لَّمْ يَغْنَوْا فِيهَا أَلَا إِنَّ ثَمُودَ كَفَرُوا رَبَّهُمْ أَلَا بُعْدًا لِثَمُودَ. അവർ ആ വീടുകളിൽ താമസിച്ചിട്ടേയില്ലെന്നു തോന്നും വിധം അറിയുക, സമൂദ് സമുദായം തങ്ങളുടെ റബ്ബിനോട് നന്ദികേട് കാണിച്ചു. അറിയുക, സമൂദിന് വമ്പിച്ച നാശം. وَلَقَدْ جَاءَتْ رُسُلُنَا إِبْرَاهِيمَ بِالْبُشْرَى قَالُوا سَلَامًا قَالَ سَلَامٌ فَمَا لَبِثَ أَن جَاءَ بِعِجْلٍ حَنِيذٍ. തീർച്ചയായും നമ്മുടെ ദൂതന്മാർ മലക്കുകൾ ഇബ്രാഹിം നബിയുടെ അടുത്ത് സന്തോഷവാർത്തയുമായി വരിക തന്നെ ചെയ്തു. അവർ സലാം പറയുകയും അദ്ദേഹം പ്രത്യഭിവാദ്യമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ താൻ ഉടനെ ചുട്ടുപാകപ്പെടുത്തിയ ഒരു മൂരിക്കുട്ടിയെ കൊണ്ടുവന്നു. فَلَمَّا رَأَى أَيْدِيَهُمْ لَا تَصِلُ إِلَيْهِ نَكِرَهُمْ وَأَوْجَسَ مِنْهُمْ خِيفَةً قَالُوا لَا تَخَفْ إِنَّا أُرْسِلْنَا إِلَى قَوْمِ لُوطٍ. അവരുടെ കൈകൾ അതിലേക്ക് നീളാതിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അവരെ സംശയിക്കുകയും തനിക്ക് അവരെക്കുറിച്ച് പേടി തോന്നുകയും ചെയ്തു. അവർ പറഞ്ഞു, താങ്കൾ ഭയപ്പെടേണ്ട, ഞങ്ങൾ ലൂത്ത് നബിയുടെ ജനതയിലേക്ക് അയക്കപ്പെട്ടവരാണ്. وَامْرَأَتُهُ قَائِمَةٌ فَضَحِكَتْ فَبَشَّرْنَاهَا بِإِسْحَاقَ وَمِنْ وَرَاءِ إِسْحَاقَ يَعْقُوبَ.
തന്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ചിരിച്ചു. അന്നേരം ഇസ്ഹാക്ക് നബിയെക്കുറിച്ചും ഇസ്ഹാക്ക് നബിയുടെ പിന്നാലെ യാക്കൂബ് നബിയെപ്പറ്റിയും അവർക്ക് നാം ദൂതന്മാർ മുഖേന സന്തോഷവാർത്ത അറിയിച്ചു. قالت يا ويلتى أألد وأنا عجوز وهذا بعلي شيخا إن هذا لشيء عجيب. ആ മഹദി പറഞ്ഞു, അഹോ, ഞാൻ കിഴവിയായിരിക്കുന്നു, എന്റെ ഭർത്താവും ഇതാ ഒരു കിഴവനായിരിക്കുന്നു. ആ സ്ഥിതിക്ക് ഞാൻ പ്രസവിക്കുകയോ? ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെയാണ്. أتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد. അവർ പ്രതികരിച്ചു, അള്ളാഹുവിന്റെ വിധിയെക്കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? വീട്ടുകാരെ, അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ. അവൻ സ്തുത്യർഹനും ശ്രേഷ്ഠനും തന്നെയാകുന്നു. فلما ذهب عن إبراهيم الروع وجاءته البشرى يجادلنا في قوم لوط. അങ്ങനെ ഭയം വിട്ടുപോകുകയും സന്തോഷവാർത്ത വരികയും ചെയ്തപ്പോൾ ഇബ്രാഹിം അതാ ലൂത്ത് നബിയുടെ ജനതയുടെ കാര്യത്തിൽ നമ്മോട് തർക്കിക്കുന്നു. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്. ഇബ്രാഹിം നബി വളരെ ശാന്തശീലനും വലിയ ദയാലുവും അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആളും തന്നെയാകുന്നു. يا إبراهيم أعرض عن هذا إنه قد جاء أمر ربك وإنهم آتيهم عذاب غير مردود. മലക്കുകൾ പറഞ്ഞു, ഓ ഇബ്രാഹിം, ഈ കാര്യം അങ്ങ് വിട്ടേക്കുക. തീർച്ചയായും താങ്കളുടെ രക്ഷിതാവിന്റെ കൽപ്പന വന്നു കഴിഞ്ഞിരിക്കുകയാണ്. തടയപ്പെടാത്ത ശിക്ഷ തീർച്ചയായും അവർക്ക് വന്നെത്തുന്നതാകുന്നു. ولما جاءت رسلنا لوطا سيء بهم وضاق بهم ذرعا وقال هذا يوم عصيب. നമ്മുടെ ദൂതന്മാർ ചെന്നപ്പോൾ ലൂത്ത് നബി അവർ നിമിത്തം ദുഃഖിതനാവുകയും അവരെ സംബന്ധിച്ച് വളരെ വിഷമിക്കുകയും ഇത് വളരെ ആപൽക്കരമായ ഒരു ദിവസമാണ് എന്ന് പറയുകയും ചെയ്തു. وجاءه قومه يهرعون إليه ومن قبل كانوا يعملون السيئات قال يا قوم هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تخزون في ضيفي أليس منكم رجل رشيد. സ്വജനത അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഓടിവന്നു. അവർ മുമ്പ് തന്നെ നീചപ്രവൃത്തികൾ ശീലിച്ചവരായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, എന്റെ പുത്രിമാരിതാ, ഇവർ നിങ്ങൾക്ക് വളരെ വൃത്തിയുള്ളവരാണ്. അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വിരുന്നുകാരുടെ കാര്യത്തിൽ എന്നെ നിങ്ങൾ അപമാനിക്കരുത്. വിവേകമുള്ള ഒരു പുരുഷനും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? قالوا لقد علمت ما لنا في بناتك من حق وإنك لتعلم ما نريد. അവർ പ്രതികരിച്ചു, നിന്റെ പുത്രിമാരെ കൊണ്ട് ഞങ്ങൾക്കൊരു ആവശ്യവുമില്ലെന്ന് സ്പഷ്ടമായി തന്നെ നിനക്കറിയാം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിനക്ക് നല്ലവണ്ണം അറിയാം. قال لو أن لي بكم قوة أو آوي إلى ركن شديد. അദ്ദേഹം മറുപടി നൽകി, നിങ്ങളെ എതിർക്കത്തക്ക ശക്തി എനിക്കുണ്ടായിരുന്നെങ്കിൽ, അഥവാ അഭയം പ്രാപിക്കാൻ സുശക്തമായ ഒരു സഹായി എനിക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. قالوا يا لوط إنا رسل ربك لن يصلوا إليك فأسر بأهلك بقطع من الليل ولا يلتفت منكم
منكم أحد إلا امرأتك إنه مصيبها ما أصابهم إن موعدهم الصبح أليس الصبح بقريب. ആ മലക്കുകൾ പറഞ്ഞു, ഓ ലൂത്ത് നബിയെ, ഞങ്ങൾ താങ്കളുടെ റബ്ബിന്റെ ദൂതന്മാരാണ്. താങ്കളുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ അവർക്ക് കഴിയുന്നതല്ല. അതുകൊണ്ട് താങ്കളുടെ കുടുംബത്തെയും കൂട്ടി ഇവിടെ നിന്ന് പോകുക. നിങ്ങളിൽ ആരും തന്നെ തിരിഞ്ഞു നോക്കരുത്. താങ്കളുടെ ഭാര്യ അതിൽപ്പെടുകയില്ല. അവളെ കൊണ്ടുപോകരുത്. തീർച്ചയായും അവർക്കെത്തുന്ന ശിക്ഷ അവളെയും ബാധിക്കും. അവർക്ക് നിശ്ചയിച്ച അവധി പ്രഭാതമാകുന്നു. പ്രഭാതമിതാ അടുത്തു കഴിഞ്ഞില്ലേ. فَلَمَّا جَاءَ أَمْرُنَا جَعَلْنَا عَالِيَهَا سَافِلَهَا وَأَمْطَرْنَا عَلَيْهَا حِجَارَةً مِّن سِجِّيلٍ مَّنضُودٍ. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നെത്തിയപ്പോൾ ആ നാട്ടിനെ നാം കീഴ്മേലാക്കി മറിക്കുകയും അഗ്നിയിൽ ചുട്ടെടുത്ത കല്ലുകൾ തുടർച്ചയായി അവരുടെ മേൽ വർഷിപ്പിക്കുകയും ചെയ്തു. മുസവ്വമതൻ ഇൻദ റബ്ബിക വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്. താങ്കളുടെ റബ്ബിന്റെ അടുക്കൽ അടയാളപ്പെടുത്തിയ കല്ലുകൾ അത് ഈ അക്രമികളിൽ നിന്ന് ദൂരെയൊന്നുമല്ല. وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره ولا تنقصوا المكيال والميزان إني أراكم بخير وإني أخاف عليكم عذاب يوم محيط. മദിയൻ ഗോത്രക്കാരിലേക്ക് അവരുടെ സഹോദരൻ ശുഐബ് നബിയെ നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ഇലാഹുമില്ല. നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്. ക്ഷേമൈശ്വര്യങ്ങളിലാണ് നിങ്ങളെന്ന് ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായും നിങ്ങളെ വലയം ചെയ്യുന്ന ഒരു ദിവസത്തെ ശിക്ഷ വന്നെത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. وَيَا قَوْمِ أَوْفُوا الْمِكْيَالَ وَالْمِيزَانَ بِالْقِسْطِ وَلَا تَبْخَسُوا النَّاسَ أَشْيَاءَهُمْ وَلَا تَعْثَوْا فِي الْأَرْضِ مُفْسِدِينَ. എന്റെ ജനങ്ങളെ, അളവും തൂക്കവും നീതിയനുസരിച്ച് നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുക. മനുഷ്യർക്ക് അവരുടെ സാധനങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ നാശകാരികളായി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. بقية الله خير لكم إن كنتم مؤمنين وما أنا عليكم بحفيظ. ന്യായമായ നിലക്ക് അളന്നും തൂക്കിയും വിറ്റിട്ട് അല്ലാഹു ബാക്കിയാക്കി തരുന്ന ലാഭമാണ് സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്കുത്തമം. ഞാൻ നിങ്ങളുടെ മേൽനോട്ടക്കാരനല്ല, താക്കീതുകാരൻ മാത്രമാണ്. قالوا يا شعيب أصلاتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل في أموالنا ما نشاء إنك لأنت الحليم الرشيد. അവർ ചോദിച്ചു, ഓ ശുഐബ്, ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു വന്നതിനെയും സ്വധനങ്ങളിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നതും ഉപേക്ഷിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് നിന്റെ നിസ്കാരമാണോ? നീ വളരെ ശാന്തശീലനും വിവേകിയും തന്നെയാണല്ലോ. قال يا قوم أرأيتم إن كنت على بينة من ربي ورزقني منه رزقا حسنا وما أريد أن أخالفكم إلى ما أنهاكم عنه إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب.
അദ്ദേഹം പ്രതികരിച്ചു, എന്റെ ജനങ്ങളെ, നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, ഞാൻ എന്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവോടുകൂടിയായിരിക്കുകയും തന്റെ പക്കൽ നിന്നുള്ള നല്ല ഭക്ഷണം അവൻ എനിക്ക് തരികയും ചെയ്താൽ ഞാൻ എന്തു ചെയ്യണം? നിങ്ങളുമായി എതിരായിക്കൊണ്ട് ഞാൻ വിരോധിക്കുന്ന കാര്യങ്ങൾ സ്വയം പ്രവർത്തിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെക്കൊണ്ട് കഴിയും വിധം നന്മ കൈവരുത്തണമെന്നേ എനിക്കുദ്ദേശമുള്ളൂ. എന്റെ കഴിവ് കേവലം അല്ലാഹുവിനെ കൊണ്ട് മാത്രമാണ്. അവനെ മാത്രം ഞാൻ അവലംബിക്കുന്നു. അവനിലേക്ക് തന്നെ ഞാൻ മടങ്ങുകയും ചെയ്യുന്നു. وَيَا قَوْمِ لَا يَجْرِمَنَّكُمْ شِقَاقِي أَن يُصِيبَكُم مِّثْلُ مَا أَصَابَ قَوْمَ نُوحٍ أَوْ قَوْمَ هُودٍ أَوْ قَوْمَ صَالِحٍ وَمَا قَوْمُ لُوطٍ مِّنكُم بِبَعِيدٍ. എന്റെ ജനങ്ങളെ, നിങ്ങൾക്ക് എന്നോടുള്ള ശത്രുത നൂഹ് നബിയുടെയോ ഹൂദ് നബിയുടെയോ സാലിഹ് നബിയുടെയോ ജനതയ്ക്ക് വന്നെത്തിയതുപോലെയുള്ള ശിക്ഷ നിങ്ങൾക്ക് എത്തുവാനിടയാക്കുന്ന നടപടികൾക്ക് നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ലൂത്ത് നബിയുടെ ജനത നിങ്ങളിൽ നിന്ന് ദൂരെയല്ലല്ലോ. وَاسْتَغْفِرُوا رَبَّكُمْ ثُمَّ تُوبُوا إِلَيْهِ إِنَّ رَبِّي رَحِيمٌ وَدُودٌ. നിങ്ങളുടെ റബ്ബിനോട് മാപ്പിനപേക്ഷിക്കുകയും എന്നിട്ട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. തീർച്ചയായും എന്റെ റബ്ബ് പരമകാരുണികനും ഏറ്റവും സ്നേഹമുള്ളവനുമാകുന്നു. قالوا يا شعيب ما نفقه كثيرا مما تقول وإنا لنراك فينا ضعيفا ولولا رهطك لرجمناك وما أنت علينا بعزيز. അവർ പറഞ്ഞു, ഓ ശുഐബ്, നീ പറയുന്നത് അധികവും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിന്നെ ഞങ്ങളിൽ നിസ്സാരനായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നിന്റെ കുടുംബങ്ങളില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുമായിരുന്നു. നീ ഞങ്ങളുടെ അടുക്കൽ ആദരണീയനല്ല തന്നെ. قال يا قوم أرهطي أعز عليكم من الله واتخذتموه وراءكم ظهريا إن ربي بما تعملون محيط. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, എന്റെ കുടുംബമോ നിങ്ങളുടെ പക്കൽ അല്ലാഹുവിനേക്കാൾ ആദരണീയർ. അവനെ നിങ്ങൾ പിന്നിലേക്ക് തള്ളിവിട്ടിരിക്കയാണ്. തീർച്ചയായും എന്റെ റബ്ബ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വലയം ചെയ്തറിയുന്നവനാകുന്നു. وَيَا قَوْمِ اعْمَلُوا عَلَى مَكَانَتِكُمْ إِنِّي عَامِلٌ سَوْفَ تَعْلَمُونَ مَن يَأْتِيهِ عَذَابٌ يُخْزِيهِ وَمَنْ هُوَ كَاذِبٌ وَارْتَقِبُوا إِنِّي مَعَكُمْ رَقِيبٌ. എന്റെ ജനങ്ങളെ, നിങ്ങളുടെ നിലയ്ക്ക് നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളുക, എന്റെ നിലയ്ക്ക് ഞാനും പ്രവർത്തിക്കട്ടെ. അപമാനകരമായ ശിക്ഷ ആർക്കാണ് വന്നെത്തുക എന്നും അസത്യവാദി ആരാണെന്നും നിങ്ങൾ പിന്നീടറിയും. കാത്തിരിക്കുക. തീർച്ചയായും ഞാനും നിങ്ങളോടൊപ്പം ഇതാ കാത്തിരിക്കുന്നു. وَلَمَّا جَاءَ أَمْرُنَا نَجَّيْنَا شُعَيْبًا وَالَّذِينَ آمَنُوا مَعَهُ بِرَحْمَةٍ مِنَّا وَأَخَذَتِ الَّذِينَ ظَلَمُوا الصَّيْحَةُ فَأَصْبَحُوا فِي دِيَارِهِمْ جَاثِمِينَ. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ ശുഐബ് നബിയെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം മൂലം നാം രക്ഷിച്ചു. അക്രമം ചെയ്തുകൊണ്ടിരുന്നവരെ ഒരു ഭയങ്കര ശബ്ദം പിടികൂടുകയും അവർ സ്വന്തം വീടുകളിൽ ചത്തുവിറങ്ങലിച്ചവരായി തീരുകയും ചെയ്തു. كأن لم يغنوا فيها ألا بعدا لمدين كما بعدت ثمود. ആ വീടുകളിൽ അവർ താമസിച്ചിട്ടില്ലെന്ന് തോന്നുമാറ് സമൂദ് നശിച്ചതുപോലെ മദിയന്മാർക്കും വമ്പിച്ച നാശം. ولقد أرسلنا موسى بآياتنا وسلطان مبين
നമ്മുടെ ദൃഷ്ടാന്തങ്ങളോടും വ്യക്തമായ തെളിവോടും കൂടി മൂസാ നബിയെ നാം അയച്ചു. إلى فرعون وملئه فاتبعوا أمر فرعون وما أمر فرعون برشيد. ഫിർഔന്റെയും അവന്റെ സഭക്കാരുടെയും അടുത്തേക്ക്. അപ്പോൾ അവർ ഫിർഔന്റെ കൽപ്പനയെ പിൻപറ്റി. അവന്റെ കൽപ്പന വിവേകമുള്ളതായിരുന്നില്ല. يقدم قومه يوم القيامة فأوردهم النار وبئس الورد المورود. പുനരുത്ഥാന ദിവസം അവൻ തന്റെ ജനതയുടെ മുമ്പിലുണ്ടായിരിക്കും. അങ്ങനെ അവൻ അവരെ നരകത്തിൽ ചാടിക്കും. അവർ ചെല്ലുന്ന സ്ഥലം എത്ര ചീത്ത. وأتبعوا في هذه لعنة ويوم القيامة بئس الرفد المرفود. ഇഹലോകത്തും പുനരുത്ഥാന ദിവസവും ശാപം അവരെ പിന്തുടർന്നു. അവർക്ക് നൽകപ്പെട്ട സമ്മാനം എത്ര ചീത്ത. ذلك من أنباء القرى نقصه عليك منها قائم وحصيد. ഈ പറഞ്ഞതെല്ലാം ചില നാടുകളുടെ വർത്തമാനങ്ങളാകുന്നു. അത് താങ്കൾക്ക് നാം വിവരിച്ചു തന്നിരിക്കയാണ്. അവയിൽ ചിലത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ചിലത് നിശേഷം നശിച്ചുപോയിരിക്കുന്നു. وما ظلمناهم ولكن ظلموا أنفسهم فما أغنت عنهم آلهتهم التي يدعون من دون الله من شيء لما جاء أمر ربك وما زادوهم غير تتبيب. നാം അവരോട് അനീതി ചെയ്തിട്ടില്ല, പക്ഷേ അവർ തന്നെ തങ്ങളോട് അനീതി ചെയ്തു. എന്നിട്ട് താങ്കളുടെ റബ്ബിന്റെ കൽപ്പന വന്നപ്പോൾ അള്ളാഹുവിനെ വിട്ട് തങ്ങൾ ആരാധിച്ചു വന്നിരുന്ന ഇലാഹുകൾ അവർക്ക് യാതൊരു ഉപകാരവും ചെയ്തില്ല. അവർക്ക് കൂടുതൽ നഷ്ടം വരുത്തുക മാത്രമാണ് അവ ചെയ്തത്. وكذلك أخذ ربك إذا أخذ القرى وهي ظالمة إن أخذه أليم شديد. നാടുകൾ അക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ താങ്കളുടെ റബ്ബ് അവയെ ശിക്ഷിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ശിക്ഷിക്കുക. അവന്റെ ശിക്ഷ വേദനാജനകവും ശക്തിമത്തും തന്നെയാകുന്നു. إن في ذلك لآية لمن خاف عذاب الآخرة ذلك يوم مجموع له الناس وذلك يوم مشهود. പരലോക ശിക്ഷയെ ഭയപ്പെടുന്നവർക്ക് തീർച്ചയായും അതിൽ മേൽപ്പറഞ്ഞ ചരിത്രങ്ങളിൽ വലിയ പാഠമുണ്ട്. ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസമാണിത്. എല്ലാ സൃഷ്ടികളും ഹാജരാക്കപ്പെടുന്ന ദിവസവും. وما نؤخره إلا لأجل معدود. ഒരു നിശ്ചിത അവധി വരെ മാത്രമേ നാം അതിനെ പിന്തിച്ചു നിർത്തുകയുള്ളൂ. يوم يأتي لا تكلم نفس إلا بإذنه فمنهم شقي وسعيد. അത് ആഗതമാകുന്ന ദിവസം അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ഒരാളും സംസാരിക്കുകയില്ല. അവരിൽ അന്ന് സൗഭാഗ്യവാനും നിർഭാഗ്യവാനും ഉണ്ടാകും. فأما الذين شقوا ففي النار لهم فيها زفير وشهيق. എന്നാൽ നിർഭാഗ്യവാന്മാർ നരകത്തിലായിരിക്കും. അവർക്കതിൽ നെടുവീർപ്പിടലും തേങ്ങിക്കരച്ചിലുമുണ്ടാകും. خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك إن ربك فعال لما يريد. അവരതിൽ ശാശ്വതമായി താമസിക്കുന്നവരാണ്. ആകാശഭൂമികൾ നിലനിൽക്കുമ്പോഴെല്ലാം താങ്കളുടെ റബ്ബ് ഉദ്ദേശിച്ചതൊഴികെ താൻ ഉദ്ദേശിക്കുന്നത് തികച്ചും പ്രവർത്തിക്കുന്നവനാണ് അവൻ. وأما الذين سعدوا ففي الجنة خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك عطاء غير مجذوذ.
എന്നാൽ സൗഭാഗ്യവന്മാരായവർ സ്വർഗത്തിലായിരിക്കും, അതിലവർ ശാശ്വതമായി വസിക്കുന്നവരാണ്. ആകാശഭൂമികൾ നിലനിൽക്കുമ്പോഴെല്ലാം താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചതൊഴികെ തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമ്മാനമാണത്. فلا تك في مرية مما يعبد هؤلاء ما يعبدون إلا كما يعبد آباؤهم من قبل وإنا لموفوهم نصيبهم غير منقوص. അതുകൊണ്ട് ഈ കൂട്ടർ ആരാധിക്കുന്നതിനെക്കുറിച്ച് താങ്കൾ ഒട്ടും സംശയിക്കണ്ട. മുമ്പ് ഇവരുടെ പിതാക്കൾ ആരാധിച്ചതുപോലെ തന്നെയാണ് ഇവരും ആരാധിക്കുന്നത്. അവർക്കുള്ള ഓഹരി ഒട്ടും കുറയ്ക്കാതെ നാം പൂർത്തിയാക്കി കൊടുക്കുക തന്നെ ചെയ്യുന്നതാണ്. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ فَاخْتُلِفَ فِيهِ وَلَوْلَا كَلِمَةٌ سَبَقَتْ مِنْ رَبِّكَ لَقُضِيَ بَيْنَهُمْ وَإِنَّهُمْ لَفِي شَكٍّ مِّنْهُ مُرِيبٍ. തീർച്ചയായും മൂസാ നബിക്ക് നാം ഗ്രന്ഥം നൽകി, എന്നിട്ടതിൽ ഭിന്നതയുണ്ടായി. താങ്കളുടെ റബ്ബിൽ നിന്നുള്ള ഒരു നിശ്ചയം മുമ്പ് കഴിഞ്ഞിരുന്നില്ലെങ്കിൽ അവർക്കിടയിൽ വിധി നടത്തപ്പെടുമായിരുന്നു. അവരതിൽ വലിയ സംശയത്തിൽ തന്നെയാണ്. وَإِنَّ كُلًّا لَّمَّا لَيُوَفِّيَنَّهُمْ رَبُّكَ أَعْمَالَهُمْ إِنَّهُ بِمَا يَعْمَلُونَ خَبِيرٌ. അവർക്ക് എല്ലാവർക്കും തങ്ങളുടെ പ്രവർത്തന ഫലങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുക തന്നെ ചെയ്യും. തീർച്ചയായും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവൻ സൂക്ഷ്മമായി അറിയുന്നവനാണ്. فَاسْتَقِمْ كَمَا أُمِرْتَ وَمَنْ تَابَ مَعَكَ وَلَا تَطْغَوْا إِنَّهُ بِمَا تَعْمَلُونَ بَصِيرٌ. അതിനാൽ കൽപ്പിക്കപ്പെട്ടതുപോലെ താങ്കളും അല്ലാഹുവിലേക്ക് താങ്കൾ ഒന്നിച്ചു മടങ്ങിയവരും ഉറച്ചു നിൽക്കുക. നിങ്ങൾ അതിക്രമം കാണിക്കരുത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നായി കാണുന്നവനാണവൻ. وَلَا تَرْكَنُوا إِلَى الَّذِينَ ظَلَمُوا فَتَمَسَّكُمُ النَّارُ وَمَا لَكُم مِّن دُونِ اللَّهِ مِنْ أَوْلِيَاءَ ثُمَّ لَا تُنصَرُونَ. അക്രമികളിലേക്ക് നിങ്ങൾ ചായരുത്. ചാഞ്ഞുപോയാൽ നരകം നിങ്ങളെ സ്പർശിക്കും. അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് രക്ഷാധികാരികളാരുമില്ല. പിന്നെ നിങ്ങൾക്ക് യാതൊരു സഹായവും ലഭിക്കുകയുമില്ല. وَأَقِمِ الصَّلَاةَ طَرَفَيِ النَّهَارِ وَزُلَفًا مِّنَ اللَّيْلِ إِنَّ الْحَسَنَاتِ يُذْهِبْنَ السَّيِّئَاتِ ذَلِكَ ذِكْرَى لِلذَّاكِرِينَ. പകലിന്റെ രണ്ടറ്റങ്ങളിലും രാവിന്റെ ചില സമയങ്ങളിലും നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുക. തീർച്ചയായും നന്മകൾ തിന്മകളെ ദൂരീകരിച്ചു കളയുന്നതാണ്. ചിന്തിച്ചു ഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഉത്ബോധനമാണിത്. واصبر فإن الله لا يضيع أجر المحسنين. താങ്കൾ ക്ഷമിക്കുക, കാരണം സുകൃതികളുടെ പ്രതിഫലം അല്ലാഹു ഒരിക്കലും പാഴാക്കുകയില്ല. فلولا كان من القرون من قبلكم أولو بقية ينهون عن الفساد في الأرض إلا قليلا ممن أنجينا منهم واتبع الذين ظلموا ما أترفوا فيه وكانوا مجرمين. എന്നാൽ നിങ്ങളുടെ പൂർവികരിൽ ഭൂമിയിൽ നാശമുണ്ടാക്കുന്നത് തടയുന്ന ചില സുകൃതികൾ എന്തുകൊണ്ടുണ്ടായില്ല? അവരിൽ നിന്നും നാം രക്ഷപ്പെടുത്തിയ ചുരുക്കം ചിലരൊഴികെ തങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന സുഖാഡംബരങ്ങളെ അക്രമികൾ പിൻപറ്റി അവർ കുറ്റമായ പ്രവർത്തനങ്ങൾ ശീലിച്ചവരായിരുന്നു. وَمَا كَانَ رَبُّكَ لِيُهْلِكَ الْقُرَى بِظُلْمٍ وَأَهْلُهَا مُصْلِحُونَ. നന്മ ചെയ്യുന്നവരായിരിക്കെ ഒരു നാട്ടുകാരെ അന്യായമായി നശിപ്പിക്കുന്ന പതിവ് താങ്കളുടെ രക്ഷിതാവിനില്ല തന്നെ. وَلَوْ شَاءَ رَبُّكَ لَجَعَلَ النَّاسَ أُمَّةً وَاحِدَةً وَلَا يَزَالُونَ مُخْتَلِفِينَ إِلَّا مَنْ رَحِمَ رَبُّكَ
وَلِذَلِكَ خَلَقَهُمْ وَتَمَّتْ كَلِمَةُ رَبِّكَ لَأَمْلَأَنَّ جَهَنَّمَ مِنَ الْجِنَّةِ وَالنَّاسِ أَجْمَعِينَ. താങ്കളുടെ റബ്ബ് ഉദ്ദേശിക്കുന്ന പക്ഷം എല്ലാ മനുഷ്യരെയും അവനൊരു സമുദായമാക്കുമായിരുന്നു. പക്ഷേ അവർ ഭിന്നിച്ചവരായി തന്നെ ഇരിക്കും. താങ്കളുടെ റബ്ബ് കരുണ ചെയ്തവരൊഴികെ അതിനുവേണ്ടിയാണ് അവരെ അവൻ സൃഷ്ടിച്ചത്. ജിന്നുകൾ, മനുഷ്യർ എന്നീ രണ്ട് വിഭാഗക്കാരാൽ നരകം ഞാൻ നിറയ്ക്കുമെന്ന താങ്കളുടെ റബ്ബിന്റെ വിധി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. وَكُلًّا نَّقُصُّ عَلَيْكَ مِنْ أَنبَاءِ الرُّسُلِ مَا نُثَبِّتُ بِهِ فُؤَادَكَ وَجَاءَكَ فِي هَٰذِهِ الْحَقُّ وَمَوْعِظَةٌ وَذِكْرَىٰ لِلْمُؤْمِنِينَ. പൂർവദൂതന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് താങ്കളുടെ ഹൃദയത്തിന് സ്ഥൈര്യം നേടിത്തരുന്നതെല്ലാം നാം വിവരിച്ചു തരികയാണ്. ഇതിൽ താങ്കൾക്ക് സത്യവും വിശ്വാസികൾക്ക് സതുപദേശവും ഉത്ബോധനവും വന്ന് കിട്ടുകയും ചെയ്തിരിക്കുന്നു. وَقُل لِّلَّذِينَ لَا يُؤْمِنُونَ اعْمَلُوا عَلَىٰ مَكَانَتِكُمْ إِنَّا عَامِلُونَ. നിങ്ങളുടെ നിലയ്ക്ക് നിങ്ങൾ പ്രവർത്തിക്കുക, ഞങ്ങളുടെ നിലയ്ക്ക് ഞങ്ങളും പ്രവർത്തിക്കുന്നവർ തന്നെയാണ് എന്ന് സത്യനിഷേധികളോട് താങ്കൾ പറയുക. وَانتَظِرُوا إِنَّا مُنتَظِرُونَ. രണ്ടിന്റെയും ഫലം നിങ്ങൾ പ്രതീക്ഷിക്കുക, ഞങ്ങളും പ്രതീക്ഷിക്കുന്നവരാകുന്നു. وَلِلَّهِ غَيْبُ السَّمَاوَاتِ وَالْأَرْضِ وَإِلَيْهِ يُرْجَعُ الْأَمْرُ كُلُّهُ فَاعْبُدْهُ وَتَوَكَّلْ عَلَيْهِ وَمَا رَبُّكَ بِغَافِلٍ عَمَّا تَعْمَلُونَ. ആകാശഭൂമികളിലെ മറഞ്ഞ കാര്യങ്ങൾ അല്ലാഹുവിനുള്ളതാണ്. അവനിലേക്കാണ് എല്ലാ കാര്യങ്ങളും മടക്കപ്പെടുന്നത്. അതുകൊണ്ട് അവനെ ആരാധിക്കുകയും അവന്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. നിങ്ങളുടെ പ്രവൃത്തികളെക്കുറിച്ച് താങ്കളുടെ റബ്ബ് ഒട്ടും അശ്രദ്ധനല്ല തന്നെ.